ഞാൻ അത് പ്ലേ ചെയ്തപ്പോ കറക്റ്റ് എന്റെ ആയി പോടാ അത്. അണ്ണനോട് ഇമ്പോർട്ടന്റ് കാര്യം ഞാൻ പാട്ടിട്ടേക്ക് വരുന്നത് വെളിയിൽ കേട്ടില്ല പറ ഒരു വെരി ഇമ്പോർട്ടന്റ് കാര്യം പറയണ്ടേ. എന്താ അവരെന്താ പറഞ്ഞത് എന്റെ അടുത്ത്? ഇനി ചന്ദ്രനെ അണ്ണ ചന്ദ്രൻ മിസ്ട്രക്റ്റിന്റെ ലീഗൽ സൈഡ് പങ്കെടുപ്പിക്കില്ലെന്ന് പറഞ്ഞു. എന്താ ഇപ്പൊ പോയി സംസാരിച്ച് എല്ലാം പറഞ്ഞ് ഇതാക്കിയതല്ലേടാ. ആ കേക്ക് സംബന്ധിച്ച പീഡി വിളിച്ച് മിസ്ട്രക്റ്റിനെ ഇല്ലീഗൽ സൈഡ് പ്രശ്നമില്ല. ഓ ഇത് കൊള്ളാല്ലേ. അണ്ണാ ഇതെടുക്ക് യെല്ലോ പേജ് ഞാൻ എവിടെയും പറയാം டவுன்லோட் பண்ணனும் நினைக்கிறேன். ഹലോ എടുത്ത് മാറ്റി കുറച്ച് കാട്ടാക്കട പട്ടാളത്തിലുള്ള ചന്ദ്രൻ അറിയോ? പട്ടാളത്തിലുള്ള ചന്ദ്രൻ ഹലോ കുറുപ്പ് ബ്രോ ഒരു കുത്ത് അണ്ണനോട് ഒരു കാര്യം കൂടെ പറയാം. ഇത് എപ്പോ എടുത്തത്? ഇത് പണ്ടെടുത്ത എന്റെ അമ്മ ഇത് എന്ത് സാധനോടാ ഇത്? യെല്ലോ പേജ് നോക്കണേ എല്ലാരും. യെല്ലോ പേജ് നോക്കണേ എല്ലാരും. കണ്ടില്ല അണ്ണാ പിന്നെ അടുത്ത ഒരു ഇതെന്ന് വെച്ചാല് ചന്ദ്രനെതിരെ പീഡിയുടെ അറസ്റ്റ് വാറന്റ് ഉണ്ട്. അപ്പൊ ഒന്ന് പ്രിപ്പയർ ആയിട്ടിരിക്കണമെന്നും പറഞ്ഞു. പീഡിയില് ഒരുത്തനെ ഈ ചന്ദ്രൻ തുടത്തില്ല. ഇവന്മാർക്ക് വേറെന്തോ പ്രശ്നമാണ് കേട്ടാ. ഈ പീഡി പോയി കത്തിക്കണം ഇവന്മാർക്ക് ഈഗോ ആണ്. പീഡി ഉണ്ടല്ലോ അണ്ണ ഈ നമ്മക്കെതിരെ സംസാരിക്കാൻ വരുമ്പോൾ വേറെ ഞാൻ പറയട്ടെ എടാ ഇപ്പൊ ഞങ്ങള് ചന്ദ്രന്റെ കാര്യങ്ങൾ മൊത്തം പോയി അവിടെ പോയി പറഞ്ഞ് സംസാരിച്ച് ക്ലിയർ ചെയ്തതാ. പിന്നെ എന്തിനാണ് സീനൊന്നും ഇല്ലാന്ന് അവര് നമുക്ക് വേണ്ടി ഇൻഫർമേഷൻ ലീക്ക് ചെയ്ത് തന്നെയാ. അല്ല എന്നാലും ലീഗൽ സൈഡിൽ നിന്ന് ചന്ദ്രനെ അലോ ചെയ്തില്ലെന്ന് പറഞ്ഞ മിസ്റ്റർ തീരുമാനം. ആ പീഡി അലോ ചെയ്ത കാരണം പീഡി ഇൻവോൾവ് ആകുന്നതില് ഇല്ലീഗൽ സൈഡ്. ഞാൻ വിളിച്ചോ ഹലോ ഹലോ മിസ്റ്റർ വാസു ഒരു ഇൻഫോ പാസ് ചെയ്യാനായിരുന്നു. ഞാൻ ഓൾറെഡി മദാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ചന്ദ്രനെതിരെ ഒരു ഒഫീഷ്യൽ വാറന്റ് ആയിട്ട് അവര് ഇടാൻ പോവാണ് ഡിഒജിയുടെ സൈഡിൽ നിന്ന്. അപ്പൊ കാരണം പി ഡി അവിടെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. കാരണം അവര് ഒരു ഗവൺമെന്റ് ബോഡിയാണ്, അവർക്കെതിരെ ഫയർ ചെയ്താൽ അത് സീരിയസ് ഒഫൻസ് ആണ്. അതെനിക്ക് മനസ്സിലായി മിസ്റ്റർ എക്സ്. കാരണം ഞങ്ങളിപ്പോ മിസ്റ്റർ എക്സിന്റെ അടുത്ത് വന്ന് ക്ലിയർ ആയിട്ട് ഞങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞ് ക്ലിയർ ചെയ്തത്. അപ്പൊ ചന്ദ്രനെ ലീഗൽ സൈഡിൽ നിന്ന് ബാൻ ചെയ്യാന്ന് പറയുന്നത് ഒരു ഫെയർ ആയിട്ടുള്ള ഡിസിഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലല്ല അങ്ങനല്ല. ഈ കേസ് തീരുന്നവരെ നമ്മുടെ ഓപ്ഷനിലൊന്നും പങ്കെടുപ്പിക്കാൻ പാടില്ല എന്ന് നമ്മുടെ അടുത്തുനിന്ന് ഒഫീഷ്യലി അവർ എഴുതി മേടിക്കുകയാണ് ചെയ്യുന്നത്. പിഡിയുടെ സൈഡിൽ നമുക്ക് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. ഇത് തീരുന്നവരെ കേസ് കംപ്ലീറ്റ് ആവുന്നവരെ നമ്മുടെ ഓപ്ഷനിലൊന്നും ആളെ പങ്കെടുപ്പിക്കില്ല എന്നുള്ളൊരു ലെറ്റർ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കത് ഗവൺമെന്റ് ബോഡി ചോദിച്ചാൽ നമുക്കത് ഇഷ്യൂ ചെയ്തേ പറ്റും. കാരണം നമ്മുടെ ഫാമിലി റിലേഷൻ എന്ന് വെച്ചാൽ അണ്ടർ ദ ടേബിൾ. അപ്പൊ അതിന്റെ ബേസിസിൽ നമ്മൾക്ക് ഇപ്പം ഈ ഒരു പീഡിക്കെതിരെ ഫയർ ചെയ്ത ഒരാൾക്ക് സപ്പോർട്ട് ചെയ്തു എന്നുള്ള രീതിയിൽ നിൽക്കാൻ പറ്റില്ല. അത് നമ്മുടെ അതർ ബിസിനസിന് എന്തായാലും പീഡി കൊണ്ടുപോകത്തില്ല സാറേ. നിങ്ങൾക്ക് പീഡിയായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് എനിക്കറിയാം. ചിലപ്പോൾ അതിൽ എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നമ്മള് ഇത് പീഡി നമ്മുടെ ഇതായിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് എന്തായാലും സോൾവ് ചെയ്യാൻ താല്പര്യമില്ല. അല്ല ഇത് നമ്മുടെ സൈഡിൽ നിന്ന് ഞങ്ങളെ വിളിച്ചാലും ഞങ്ങൾ അറിഞ്ഞ കാര്യം ഞങ്ങളവിടെ ഇപ്പം നിങ്ങൾ വന്ന് ക്ലിയർ ചെയ്ത കാര്യം നമ്മളവിടെ പറയത്തുള്ളൂ. പക്ഷെ അവർക്കൊരു ഫോർമാലിറ്റി ബേസിസിൽ ഈ ഒരു ഫോം നമ്മുടെ കയ്യിൽ നിന്ന് വേണമെന്ന് ഡിഒജിന്ന് ഇത് വന്നിട്ടുണ്ട്, റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മളിത് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഭാവിയിലെ ബിസിനസിന് എല്ലാവരും ഒന്ന് പ്രശ്നം ഉണ്ടാക്കുക. അത് ഓൾറെഡി അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മളായിട്ട്. ഇത് ജസ്റ്റ് ലീഗൽ സൈഡിനെ മാത്രം എഫക്ട് ചെയ്യുന്നത് കറന്റ് കേസ് ഉള്ളവരെ. അല്ലാതെ നമ്മുടെ ബാക്കി ബിസിനസിനെ ഒന്നും ഇത് അഫക്ട് ഇല്ല. കാരണം ആ ഓപ്ഷനൊന്നും പേടിക്കുന്ന ഒരു ബന്ധം ഇല്ലാത്ത സ്ഥലമാണ്. മനസ്സിലായി. നമ്മളെല്ലാരും ഒന്ന് വരുവോടാ? അതിൽ കെ വിയിൽ എല്ലായിടത്തും വരാൻ പറയോടാ.
ഇടുവാ. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് വണ്ടി സേവ് ആക്കണോ ഇത്? ഇതല്ല അണ്ണ സേവ് ആക്കേണ്ടത് അണ്ണനെ. ഒരു ബ്ലാക്ക് വണ്ടി ദിവസം സ്പോൺ ആക്കിയില്ല, അതാണോ ഈ വണ്ടി? ആ വണ്ടി ഇത് വണ്ടി. ആ അപ്പൊ അണ്ണനെ സേവ് ആക്ക് സേവ് ആക്ക് സേവ് ആക്ക്. ഇത് സേവ് ആക്കിയാ മതി. നീ എന്റെ പുറകിലാണ് തള്ളി പിടിച്ചിരുന്നേ. അണ്ണാ അതല്ലേ ഞാൻ പറഞ്ഞ അണ്ണനെ ജാക്കി വെക്കുവാണെന്ന്. വണ്ടിക്കകത്തിരോ സസ്സായിരുന്നവൻ. അപ്പൊ വെളിയിലോട്ട് വാ, കോച്ച് വെളിയിലോട്ട് വാ, ഞാൻ ഇവിടെ ഉണ്ടാവേ. ഓക്കെ ഓക്കെ. ഞാൻ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞ് ക്ലിയർ ആക്കുവാണേ. ഇത് വേറൊരു രീതിയിൽ കൺവേർട്ട് ചെയ്യരുത്. ഞാൻ പറയണതെന്ന് പറഞ്ഞാൽ ഞാനതൊരു ക്ലിയർ പോയിന്റ് ആയിട്ട് പറയാവേ നിങ്ങളുടെ അടുത്ത്. എടാ പറയടാ. ഞാൻ എണ്ണ ഒരു 40 മിനിറ്റോളം ക്യൂ നിന്ന് കഷ്ടപ്പെട്ട് ഫോട്ടോ എടുത്ത് ക്ലിക്ക് ആക്കുന്ന സെക്കൻഡിൽ അവിടെ എത്തി. ആണല്ലേ? അത് കറക്റ്റ് ടൈമിൽ സിറ്റുവേഷൻ മിക്കവാറും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചന്ദ്രനെതിരെ അറസ്റ്റുകാരനുണ്ട് കേട്ടാ. അപ്പൊ മിക്കവാറും പീഡിയെ തല്ലണ്ട് വരും. ബാങ്ക് കിട്ടാത്ത പക്ഷെ നമുക്ക് എടുത്തല്ല. കിട്ടാ നോക്കാം. ഞാൻ ഇപ്പൊ വരാടാ. ഞാൻ തത്സമയത്ത് ഒരു കാര്യം പറഞ്ഞോട്ടെ, നീ വെളിയിലോട്ട് പോയേ. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ഒന്നുകൂടെ പറയുവാണേ. ഞാൻ പറയാം ഞാനിപ്പോ ചെയ്ത പോയിന്റ് എന്താണെന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അതായത് MRC എതിരെയോ അല്ലെങ്കിൽ MRC ഇതാക്കാനോ ഒന്നും വേണ്ട. MRC ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ഞാനിപ്പോൾ ഈ KVയുടെ കൂടെ നിൽക്കുക അല്ലെങ്കിൽ KVക്ക് നമ്മളൊരു സപ്പോർട്ട് ഉണ്ടെന്ന് പറയാനുള്ളതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. അതായത് പ്ലേയേഴ്സ് അതിനകത്തുള്ള ആൾക്കാരുടെ അടുത്ത് പറയാതെ പോയി വേറൊരു ഗ്യാങ്ങിലൊക്കെ ചേരുന്ന സമയത്ത് ഉറപ്പായിട്ടും അതൊരു വാല്യുബിൾ ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ കറക്റ്റ് റീസണബിൾ ആയിട്ടുള്ളൊരു റീസൺ പറയാതെ അവിടെ അപ്പുറത്തേക്ക് വേറെ ഇതിനകത്ത് പോകുമ്പോൾ ഒബ്വിയസ്ലി ഗ്യാങ് ലീഡർ എന്നുള്ള രീതിയിൽ ഗ്യാങ്ങിന് നല്ല വിഷമം വരും, അവർക്കൊരു ഡൗൺ ടൈമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു സാഹചര്യം വന്ന സമയത്ത് എൻ്റെ കൂടെ നിന്നത് ഈ ഒരു ഗ്യാങ് ആയതുകൊണ്ട് അതേപോലെ തിരിച്ചും ഞങ്ങളത് ഇപ്പം എക്സ്പ്രസ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ദാറ്റ് ഡസൻറ്റ് മീൻ MRC ആയിട്ടൊരു പ്രശ്നമോ MRCക്ക് ഒരു ഇതാക്കാനോ അല്ലെങ്കിൽ ഒന്നുമില്ല. ഞാൻ വേറൊരു കാര്യം ഇവിടെ പറയണമെന്ന് പറഞ്ഞാൽ MRCക്ക് ഒരു നല്ല ഓഡിയൻസ് ബേസ് ഉണ്ട്, TVക്ക് ഒരു നല്ല ഓഡിയൻസ് ബേസ് ഉണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി KVയുടെ അവരിപ്പോൾ കുറച്ച് നാൾ ഇതിനകത്ത് ഇനാക്റ്റീവ് ഒക്കെ ആയതുകൊണ്ട് അവരുടെ കുറച്ച് ഡള്ളാണ്. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റിയും കൂടുതലാണ്. ആ ഒരു സാധനത്തിൽ ഇതാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒബ്വിയസ്ലി TVയുടെ ഓഡിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ആ ഒരു അറ്റാച്ച്മെൻറ്റ് KVയുടെ ഓഡിയൻസിൻ്റെ സൈഡിലേക്ക് വരണമെങ്കിൽ എനിക്ക് ഇങ്ങനൊരു RP മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു എന്താ പറയുക കെയർ അല്ലെങ്കിൽ ആ ഒരു അഫെക്ഷൻ ഞാൻ എക്സ്പ്രസ് ചെയ്തത് ഇതായിട്ട്. അല്ലാതെ ഇത് വേറെ രീതിയിൽ കൺവേർട്ട് ചെയ്ത് ഇനി MRCയുടെ കാര്യം അതൊന്നും പറഞ്ഞ് ഇതിനകത്ത് ഇടുന്നവന്മാരോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. എനിക്കറിയാം ഞാൻ ഈ പറഞ്ഞതിൽ പല പോർഷനും കട്ട് ചെയ്തിട്ട് പല ആൾക്കാരുടെ ഇതിനകത്ത് കൊണ്ടിടും. അത് കണ്ട് റിയാക്ട് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് തിരിച്ച് റിയാക്ഷൻ പറയാൻ ഞാൻ ഒന്നിനും പോകത്തില്ല. മനസ്സിലായ? എൻ്റെ മൊത്തം ലൈവിൽ ഈ നടന്ന ഇൻസിഡൻസ് മൊത്തം കണ്ട് ആരെങ്കിലും അഭിപ്രായം പറയുവാണെങ്കിൽ അതിന് ഞാൻ ഇത് വാക്കിക്കോളാം. വാർച്ചാറ്റ് നോക്ക്, വാർച്ചാറ്റ് ക്ലിയർ ചെയ്തടാ അവര്. വാർച്ചാറ്റ് ക്ലിയർ ചെയ്ത് ഉണ്ടോ? അപ്പോൾ ഈ മുറി അറ്റവും കണ്ടിട്ട് ഇനി ആരെങ്കിലും എന്തെങ്കിലും പറയുവാണെങ്കിൽ എന്നെ അത് ബാധിക്കുന്ന കാര്യമല്ല, എന്നെ അത് ഇതാക്കുന്ന കാര്യമല്ല. നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് സന്തോഷത്തോടെ പോകുന്നുണ്ട്. അപ്പോൾ അത് മതി. ആൻഡ് റെസ്പെക്റ്റ് എല്ലാ ഓഡിയൻസിനോടും. അതിപ്പോൾ KVയുടെ ആണെങ്കിലും MRCയുടെ ആണെങ്കിലും TVയുടെ ആണെങ്കിലും എല്ലാവരുടെ അടുത്തും ഇത് മാത്രമേ ഉള്ളൂ. വേറെ ഇതിൽ കൂടുതൽ വേറെ ഒന്നും പറയാനില്ല നമുക്ക്. കാരണം ഇതുവരെ ഒരു സിറ്റുവേഷൻ അവരുമായിട്ടായിട്ടില്ല. അപ്പോൾ അവരെ നമുക്ക് പറയേണ്ട ആവശ്യമോ അവരെ പറ്റി ഇതാക്കേണ്ട ആവശ്യമില്ല. ഞാൻ അവരുമായിട്ടൊക്കെ സിറ്റിയിൽ RPയും ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അത് സിറ്റിയിൽ ഇതങ്ങ് തീർക്കാം, അല്ലേ നല്ലത്? പണ്ട് സത്യം പറഞ്ഞാൽ ഇങ്ങനൊന്നും അല്ലായിരുന്നു ഗൈസ്. ഞാൻ സത്യമായിട്ടും പണ്ട് ഇങ്ങനൊന്നും അല്ലായിരുന്നു. പണ്ട് ഇങ്ങനൊന്നും അല്ലാതിരിക്കുന്ന ഒരു കാരണമുണ്ട്. അതായത് അന്നത്തെ മെച്യൂരിറ്റി വൈസും അല്ലെങ്കിൽ അന്ന് ഗെയിമിനകത്ത് തിങ്ക് ചെയ്യുന്നതും വേറൊരു ലെവലിലാണ്. അത് ഞാൻ നിങ്ങളോടൊക്കെ പറയാറില്ലേ, ഈ ഗെയിമിൻ്റെ കറക്റ്റ് പ്രഷർ അറിയണമെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് കയറി കളിക്കണം. ആ സമയത്തൊക്കെ കുറച്ച് നല്ല തിളപ്പുണ്ടായിരുന്നു, മനസ്സിലായ? നല്ല തിളപ്പുണ്ടായിരുന്നു അന്ന്. പക്ഷെ സന്തോഷമായിരുന്നു. ഞാൻ 8 മണിക്കും 7:30ക്കും ഒക്കെ വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ട് RP കളിക്കാനും RP കയറാനും വേണ്ടിയിട്ട്. ഇന്ന് ഇതൊന്നും ഇതിനകത്തില്ല സത്യം പറഞ്ഞാൽ. ഇങ്ങനെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ, അതായത് ഇങ്ങനെ ചെറിയ RPകൾ കളിക്കുമ്പോൾ പോലും അങ്ങനെ ഒരു സന്തോഷം കിട്ടാറുണ്ട്. പക്ഷേ അന്ന് ആ സമയത്ത് ഇങ്ങനെയല്ല. എന്ത് ചെയ്താലും ചുമ്മാ കയറി സിറ്റിക്കകത്ത് വണ്ടി ഓടിക്കാൻ വരെ ഇഷ്ടമുള്ളൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇതൊന്നും ഇല്ല. ഇപ്പോൾ ആ ഫയറും ആ ഒരു ഇതൊന്നും ഇല്ല. അങ്ങനത്തെ രീതിയിൽ ഇങ്ങനെ ഇതാക്കും. പക്ഷെ ചില സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. കഴിഞ്ഞ വട്ടത്തെ TGയുടെ സിറ്റുവേഷനൊക്കെ പോലെ.
മനസ്സിലായോ? ഹലോ അസണ്ണ ദർശു കേക്കാവോ? കേക്കാം. അസണ്ണൻ എവിടെയാ? എങ്ങനെ ഉണ്ടായിരുന്നു ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ? ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ അണ്ണൻ പോയല്ലോ നേരത്തെ. അയ്യോ ഞാന് കൂട്ടുകാരൊക്കെ ഒരുപാട് പേരുള്ളത് കൊണ്ട് അവരെന്തൊക്കെയോ പ്ലാൻ ചെയ്ത് അവിടെ ഇവന്റ് ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്തത്. അപ്പൊ ഞാനായിട്ട് അത് സ്പോയിലപ്പ് വിളിച്ചോണ്ട് പോയി സ്പോയിലപ്പ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിരുന്നായിരുന്നു. ദർശനയ്ക്ക് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ദർശന ബർത്ത്ഡേ എന്നാന്ന് അറിഞ്ഞൂടായിരുന്നു. നമ്മൾ ഇപ്പോഴല്ലേ പരിചയപ്പെടണത്. അപ്പൊ ഞാനത് ഓർഡർ ചെയ്തിട്ടേ ഉള്ളൂ. നാളത്തേക്ക് വരുമെന്നാണ് പറഞ്ഞത്. അപ്പൊ ദർശന ബർത്ത്ഡേ ഗിഫ്റ്റ് ഞാൻ നാളെ സിഗ്നലുണ്ടാവോ ദർശന? ഞാൻ ഉണ്ടാവും. ഓക്കെ അപ്പൊ ഞാൻ ബർത്ത്ഡേ ഗിഫ്റ്റ് നാളെ എത്തിച്ചേക്കാം. ഓക്കെ അണ്ണ ഫോട്ടോ ഒക്കെ അയച്ചു. നല്ല അടിപൊളി ഫോട്ടോ ആയി. അണ്ണനെ കാണാൻ കുറച്ചുകൂടെ ലുക്കായിട്ടുണ്ട്. എനിക്കറിയാം അമ്മുക്കുട്ടി ഒഴിച്ച് ബാക്കി എല്ലാരും അമ്മുക്കുട്ടിക്ക് മാത്രമായിരുന്നു കാറിലോ ഗ്ലാമർ ഉണ്ടായിരുന്നത്. അമ്മുക്കുട്ടി ആരാ? കാർലോടെ ഹസ്ബൻഡ് അല്ല കാർലോടെ വൈഫ്. കാർലോന്റെ വൈഫ് ആവുമ്പോ കാർലോ ഭംഗിയായിട്ട് തോന്നുമല്ലോ. പിന്നല്ലേ സ്വാഭാവികം. അതിലിപ്പോ എന്താണ് ഇപ്പൊ അതിലൊരു കാര്യമില്ല. നമ്മൾ ഡിസ്കസ് ചെയ്തതിന്റെ ആവശ്യമില്ല ഇതിനെ പറ്റി. കുട്ടിക്ക് എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിരിക്കുമല്ലോ ഭർത്താവ്. അത് ശരിയാണ്. പക്ഷെ അണ്ണനായിരുന്നു ഗ്ലാമർ. അതെ അത് ഞാൻ അതുപോലെ ഒന്ന് പറഞ്ഞു വന്നത്. അതായത് അമ്മുക്കുട്ടിക്ക് കാർലോ എന്നുള്ളത് പോലെ ദർശനയ്ക്ക് ഞാനാണ് ഗ്ലാമർ എന്ന് തോന്നിയത്. അങ്ങനത്തെ രീതിയിൽ പറഞ്ഞു വന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ദർശനം സംസാരിച്ചോ കൺഫ്യൂഷൻ ആയി പോയതാ. ഇപ്പൊ എനിക്ക് കൺഫ്യൂഷൻ ആയല്ലോ. ശരിയാ. അപ്പൊ ദർശന ഞാൻ നാളെ കാണാം. നാളെ വിളിക്കാം. ഓക്കെ അണ്ണ പോവാണോ? ഫുഡൊക്കെ കഴിച്ചായിരുന്നോ? കഴിച്ചു. ഞാനിപ്പോ ഈ തിരക്ക് പിടിച്ച് പോണെന്ന് പറഞ്ഞാൽ നമ്മുടെ അണ്ടി ഫാക്ടറി പണി നടക്കുവാണല്ലോ. അപ്പൊ അതിന്റെ കാര്യങ്ങൾക്കൊക്കെ ഞാൻ മാത്രമേ ഉള്ളൂ ഓടാൻ. ആരും ഇല്ലല്ലോ ഇപ്പൊ. എല്ലാം ഞാൻ തന്നെ ഓടണം. ഇവിടെ വാറ് ഇവിടുത്തെ മറ്റേ ഇവിടെ നമുക്ക് ഈ ഗ്യാങ്ങുകളുടെ ഒക്കെ കാര്യം നോക്കുന്ന ഒരു ആൾക്കാരുണ്ട്. അവരുടെ കാര്യങ്ങള് എല്ലാം ഞാൻ തന്നെ നോക്കണം. മനസ്സിലായോ? അതാ പ്രശ്നം. അനിയന്മാർക്കൊക്കെ കുറച്ച് ഉത്തരവാദിത്തം കൊടുക്കാൻ വയ്യായിരുന്നു. ഇല്ല അവർക്ക് ഞാൻ ഈ പ്രഷർ ഒന്നും അങ്ങനെ കൊടുക്കാറില്ല. അതെ അണ്ണാ പിന്നെ എന്തൊക്കെയാണേലും എത്രയൊക്കെ തിരക്കാണേലും ഹെൽത്ത് നോക്കണം. ഫുഡ് കഴിക്കണം. ഞാൻ കഴിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് അണ്ണൻ പാട്ട് പാടിത്തരാന്ന് പറഞ്ഞിട്ട് ഇതുവരെയായിട്ട് പാടി തന്നില്ല. നാളെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആയിട്ട് നമ്മള് എല്ലാ ദസറയ്ക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മള് അവിടെ എല്ലാം റെഡിയാക്കി തരും. താങ്ക് യു അണ്ണ. ഓക്കെ ദർശന. അപ്പൊ ഞാൻ പോയിട്ട് വരാം. അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മിസ് യു. മിസ് യു. എന്നെ കട്ടിയെടുത്ത ഹലോ അണ്ണ പറഞ്ഞേ. അമ്പത്തൂരെ ഒന്നും കൂടെ വരുന്നു. അമ്പത്തൂരെ ഒരു നല്ലൊരു വണ്ടി വേണം. ഏത് വണ്ടിയാണ്? ഈ ഗ്യാങ് വണ്ടി മാറ്റണമെന്നാണ് അണ്ണൻ പറഞ്ഞിരുന്നത്. ഗിഫ്റ്റ് കൊടുക്കാൻ ഒരു വണ്ടി വേണം. നാളെ കൊടുക്കണം. അണ്ണാ ഈ വാപ്പാട് രാവിലെ ഉണ്ട് രാത്രിയുണ്ട്. അണ്ണാ കസ്റ്റം വേണ്ട. ആർക്കാന്ന് പറയാ നമുക്ക് തീവ് കേട്ടേ. ദർശനയ്ക്ക് നമുക്ക് പരിചയമുള്ള ആളല്ലേടാ. നാളെ തന്നെ കാണോ? നാളത്തേക്ക് ഒരെണ്ണം സെറ്റ് ചെയ്ത് തരാം. എന്തെങ്കിലും നല്ലൊരു കാശെല്ലാം വേണം എന്നോട് പറയണേ. നമുക്ക് അല്ല നമ്മുടെ സാലറി ഇല്ലണ്ടാ. നമുക്ക് പറഞ്ഞില്ല ഇതെല്ലാം പറഞ്ഞത്. കിട്ടിയാലും കിട്ടിയില്ലല്ലോ എന്നോട് പറയണേ. അപ്ഡേറ്റ് ചെയ്യണേ. പറയാം. എന്താ ചുക്ര നീ ഒറ്റയ്ക്ക്?
നിന്റെ പുറകെ എപ്പോഴും ഒട്ടിയിരിക്കണമല്ലോ. ഇല്ല ഉറക്കി ഉറക്കിട്ടെ 3 ദിവസത്തേക്ക് ഇല്ലല്ലേ? ഓക്കെ ഓക്കെ. പുറത്തു പോയിട്ട് വന്നല്ല അണ്ണ ക്ഷീണം കാണും. എന്താ 50 നിനക്ക്? അല്ല അല്ല ഇവിടെ ഇല്ല. അല്ല കോഴ്സിന്റെ കാര്യത്തിലാണ് അവിടെ